ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ ബാങ്കിങ്ങിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. CSEB അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ എക്സാമിന് 2000/2022 2020/2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാങ്കിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള 40 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Which among the following is the largest credit rating agency in the world? Option A, Standard and Poor's. Option B, Moody's Investors Service. Option C, Fitch Rating. Option D, CRISIL. ഇതിൽ ലാർജസ്റ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഇൻ ദ വേൾഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, മൂഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസ്. അടുത്ത ക്വസ്റ്റ്യൻ: കൊളേറ്ററൽ സെക്യൂരിറ്റി മീൻസ്. ഓപ്ഷൻ എ, അസറ്റ് as സെക്യൂരിറ്റി. ഓപ്ഷൻ ബി, അഡ്വാൻസ് എഗെയിൻസ്റ്റ് സപ്ലൈ ബിൽസ്. ഓപ്ഷൻ സി, ഗുഡ്സ് പ്ലെഡ്ജ്ഡ് ടു ദ ബാങ്ക്. ഓപ്ഷൻ ഡി, ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ആൻസർ ഓപ്ഷൻ എ ആണ്, അസറ്റ് as സെക്യൂരിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ: ഗാർണിഷി ഓർഡർ ഈസ് ടു restrain a banker from. Option A, receiving deposit. Option B, accepting bills. Option C, crossing check. Option D, making payments. ഗാർണിഷി ഓർഡറിൽ ബാങ്കർ റീസ്ട്രെയിൻ ചെയ്യുന്ന എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മേക്കിംഗ് പേയ്മെൻറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ: ആൻ അക്കൗണ്ട് യൂഷ്വലി മെയിൻറ്റെയിൻഡ് ബൈ എ ബിസിനസ് മാൻ ഇൻ എ ബാങ്ക് ഈസ്. ഓപ്ഷൻ എ, കോൾ ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഓപ്ഷൻ ബി, SB ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഓപ്ഷൻ സി, കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഓപ്ഷൻ ഡി, റെക്കറിംഗ് ഡെപ്പോസിറ്റ്. ബിസിനസ് മാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ബിസിനസ്മാൻ അങ്ങനെയുള്ളവർ സാധാരണ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും അവർക്കതിലേക്ക് ക്യാഷ് ഇടാം, അതുപോലെ തന്നെ അത് വിഡ്രോ ചെയ്യാം. പിന്നെ അതിൽ കറണ്ട് അക്കൗണ്ടിൽ എന്താണ്, നമ്മുടെ ലിമിറ്റിൽ പറഞ്ഞ ഓവർ ഡ്രാഫ്റ്റ് കിട്ടും. അത് എന്താണ്, ആ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ അതിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയും ഉണ്ട്. അത് കാരണം ബിസിനസ്മാൻ മെയിൻലി മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് എ ചെക്ക് ക്ലിയറൻസ് സിസ്റ്റം ദാറ്റ് ഇൻവോൾവ് ദ ഡിജിറ്റലൈസേഷൻ ഓഫ് എ ഫിസിക്കൽ പേപ്പർ ചെക്ക് ഇൻ ടു എ സബ്സ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോണിക് ഫോം ഫോർ ട്രാൻസ്മിഷൻ ടു ദ പേയിങ് ബാങ്ക്. ഓപ്ഷൻ എ, ഡിമാറ്റ്. ഓപ്ഷൻ ബി, ട്രങ്കേഷൻ. ഓപ്ഷൻ സി, റീമാറ്റ്. ഓപ്ഷൻ ഡി, സെക്യൂരിറ്റൈസേഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ട്രങ്കേഷൻ. ചെക്ക് ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഒരു ഫിസിക്കൽ പേപ്പർ ചെക്കിൻ്റെ ഡിജിറ്റലൈസേഷൻ, അത് ഈ പേപ്പർ ചെക്ക് ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റും. ചെക്ക് ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ളത്, അതാണ് ട്രങ്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ബാങ്കേഴ്സ് ലീൻ കനോട്ട് ബി എക്സസൈസ്ഡ് ഓൺ. ഓപ്ഷൻ എ, ചെക്ക് ഫോർ കളക്ഷൻ. ഓപ്ഷൻ ബി, ബിൽസ് ഫോർ കളക്ഷൻ. ഓപ്ഷൻ സി, കോൾ ഡെപ്പോസിറ്റ്സ്. ഓപ്ഷൻ ഡി, സേഫ് കസ്റ്റഡി ഓഫ് വാല്യുവബിൾസ്. ബാങ്കേഴ്സ് ലീൻ ഉപയോഗിക്കാൻ പറ്റാത്തത് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സേഫ് കസ്റ്റഡി ഓഫ് വാല്യുവബിൾസ്. അതിൽ സേഫ് കസ്റ്റഡി ഓഫ് വാല്യുവബിൾസിൽ ബാങ്കേഴ്സ് ലീൻ ഉപയോഗിക്കാൻ പറ്റില്ല, അത് എക്സസൈസ് ചെയ്യാൻ ആപ്ലിക്കബിൾ അല്ല അതിൽ. അടുത്ത ക്വസ്റ്റ്യൻ: കീ ലോൺസ് ക്യാൻ ബി സാങ്ഷൻഡ് ഓൺ. ഓപ്ഷൻ എ, ഗുഡ്സ് ഫോർ സെയിൽ. ഓപ്ഷൻ ബി, ഗുഡ്സ് അണ്ടർ സേഫ് കസ്റ്റഡി. ഓപ്ഷൻ സി, ബിൽഡിംഗ്. ഓപ്ഷൻ ഡി, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഗുഡ്സ് ഫോർ സെയിൽ. അടുത്ത ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് ഡിസ്ക്രൈബ്ഡ് അസ് എ സ്നാപ്ഷോട്ട് ഓഫ് എ ബാങ്ക്സ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഓപ്ഷൻ എ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ ബി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്.
ഓപ്ഷൻ സി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ്. ഒരു ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ സ്നാപ്ഷോട്ട് അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ബാലൻസ് ഷീറ്റ്. ഒരു ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയേണ്ട ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്യാൻ ബി കോമ്പൗണ്ടഡ് ഓൺ. ഓപ്ഷൻ എ മന്ത്ലി, ഓപ്ഷൻ ബി ക്വാർട്ടർലി, ഓപ്ഷൻ സി ഹാഫ് ഇയർലി, ഓപ്ഷൻ ഡി ഡെയിലി. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്വാർട്ടർലി. ഓക്കെ, ഇവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഓൺ എന്ന് ചോദിച്ചത് കാരണമാണ് ഇത് ക്വാർട്ടർലി എന്ന് വന്നത്. സാധാരണ ഈ കോമ്പൗണ്ടഡ് എന്ന് ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് മാത്രം ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ, അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ കോമ്പൗണ്ട് തന്നിട്ടില്ല എങ്കിൽ അതിൻ്റെ ആൻസർ ഡെയിലി ആണ്. ഓക്കെ, ഈ കോമ്പൗണ്ടഡ് എന്ന് വന്നിരിക്കുന്ന കാരണം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് എന്ന് വന്നിരിക്കുന്നത് കാരണം ഇതിൻ്റെ ആൻസർ ക്വാർട്ടർലി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI അബ്സോർബ്സ് ലിക്വിഡിറ്റി ഫ്രം ബാങ്ക്സ്. ഓപ്ഷൻ എ CRR, ഓപ്ഷൻ ബി റിപ്പോ, ഓപ്ഷൻ സി SLR, ഓപ്ഷൻ ഡി റിവേഴ്സ് റിപ്പോ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, റിവേഴ്സ് റിപ്പോ. റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് ബാങ്കുകൾ RBIയിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ RBI ബാങ്കുകൾക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ആണ്. ആ ഡെപ്പോസിറ്റ് ചെയ്തതിന് ബാങ്കുകൾക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ആണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാക്ടറിംഗ് ഈസ്. ഓപ്ഷൻ എ ആൻ ഈസി വേ ഓഫ് റേസിംഗ് ക്യാപിറ്റൽ ഫ്രം എ ഫാക്ടറിംഗ് കമ്പനി. ഓപ്ഷൻ ബി സെല്ലിംഗ് ഓഫ് അക്കൗണ്ട് റിസീവബിൾ ഓൺ കോൺട്രാക്ട് ബേസിസ് അറ്റ് എ ഡിസ്കൗണ്ട് ടു എ തേർഡ് പാർട്ടി. ഓപ്ഷൻ സി എ മെത്തേഡ് ഓഫ് ഡിസ്കൗണ്ടിങ് ഓഫ് ലോങ് ടേം ബിൽസ്. ഓപ്ഷൻ ഡി എ മെത്തേഡ് ഓഫ് കോമ്പൗണ്ടിങ് ഓഫ് ലോങ് ടേം ബിൽസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സെല്ലിംഗ് ഓഫ് അക്കൗണ്ട് റിസീവബിൾ ഓൺ കോൺട്രാക്ട് ബേസിസ് അറ്റ് എ ഡിസ്കൗണ്ട് ടു എ തേർഡ് പാർട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കാറ്റഗറി ഓഫ് പീപ്പിൾ ആർ ബെനഫിറ്റഡ് ത്രൂ ദ റിവേഴ്സ് മോർട്ട്ഗേജ് സ്കീം. ഓപ്ഷൻ എ സീനിയർ സിറ്റിസൺ, ഓപ്ഷൻ ബി മൈനേഴ്സ്, ഓപ്ഷൻ സി ഗവൺമെൻറ് എംപ്ലോയീസ്, ഓപ്ഷൻ ഡി ഇൻഡെപ്റ്റഡ് പീപ്പിൾസ്. റിവേഴ്സ് മോർട്ട്ഗേജ് സ്കീം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, സീനിയർ സിറ്റിസൺ, 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ റിവേഴ്സ് മോർട്ട്ഗേജ് സ്കീം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് കോൾഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ RBI ഫോർ ലെൻഡിങ് മണി to banks by discounting their bills in India. Option A repo rate, option B reverse repo rate, option C bank rate, option D prime rate. ആൻസർ ഓപ്ഷൻ സി ആണ്, ബാങ്ക് റേറ്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് RBIയുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസിൽ. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസിൽ RBIയുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബാങ്ക് റേറ്റിനെയാണ്. ഓക്കെ, ഇപ്പോൾ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് RBI ലോൺ കൊടുക്കുന്ന റേറ്റാണ്. RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കും. ലോൺ കൊടുത്തു കഴിഞ്ഞിട്ട് RBI അതിന് ഈടാക്കുന്ന, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ അടുത്ത് നിന്ന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് ആണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് RBIയിൽ എമൗണ്ട് ഒരു പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ RBI ആ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മണി മാർക്കറ്റ് സെക്യൂരിറ്റി. ഓപ്ഷൻ എ കൊമേഴ്ഷ്യൽ പേപ്പർ, ഓപ്ഷൻ ബി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ സി ട്രഷറി ബിൽസ്, ഓപ്ഷൻ ഡി NSC. ആൻസർ ഓപ്ഷൻ
ഡി ആണ് NSC, നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. അതാണ് NSC എന്ന് പറയുന്നത്. എന്താണ്? അതൊരു മണി മാർക്കറ്റ് സെക്യൂരിറ്റി അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേംസ് ബുൾ മാർക്കറ്റ് ആൻഡ് ബിയർ മാർക്കറ്റ് അസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻ എ ഷെയർ മാർക്കറ്റ്, ഓപ്ഷൻ ബി ഫോറിൻ ട്രേഡ്, ഓപ്ഷൻ സി ഫോറിൻ എക്സ്ചേഞ്ച്, ഓപ്ഷൻ ഡി ഇൻ്റർനാഷണൽ ബാങ്കിങ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഷെയർ മാർക്കറ്റ് ആണ്. ഈ ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നതും ബിയർ മാർക്കറ്റ് എന്ന് പറയുന്നതും ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രൈസസ് കൂടുന്നതും കുറയുന്നതിനെയാണ് ഈ എന്താണ് ബുൾ മാർക്കറ്റ്, ബിയർ മാർക്കറ്റ് അങ്ങനെ പറയുന്നത്. ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് പ്രൈസസ് കൂടുന്നതാണ്. അപ്പോൾ എന്താണ്, അങ്ങനെ സ്റ്റോക്ക് പ്രൈസസ് കൂടുമ്പോൾ നമ്മുടെ എക്കണോമിക്കലി ഒരു എക്കണോമിക് ഗ്രോത്ത് വരും അവിടെ. ഓക്കെ, ഇനി ബിയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് പ്രൈസസ് കുറയുന്നതിനെയാണ്. അപ്പോൾ നമ്മുടെ എക്കണോമിയിൽ ഒരു സ്ലോ ഡൗൺ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പാൻ നമ്പർ ഈസ് റിക്വയേർഡ് ഫോർ. ഓപ്ഷൻ എ ഡെപ്പോസിറ്റ് ഓഫ് ₹25,000 ആൻഡ് മോർ, ഓപ്ഷൻ ബി deposit of ₹50,000 and above, option C deposit in excess of ₹5 lakh, option D deposit in excess of 10 lakh. ഇതിൽ ഏതിനാണ് പാൻ നമ്പർ വേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെപ്പോസിറ്റ് ഓഫ് ₹50,000 ആൻഡ് എബവ്. 50,000 അതിൽ കൂടുതലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പാൻ നമ്പർ വേണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് ഹാൻഡിലിംഗ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഫോർ കളക്ഷൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കസ്റ്റമർ ആൻഡ് ബാങ്കർ ഈസ്. ഓപ്ഷൻ എ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്, ഓപ്ഷൻ ബി ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ, ഓപ്ഷൻ സി ബെയിലി ആൻഡ് ബെയിലർ, ഓപ്ഷൻ ഡി ട്രസ്റ്റി ആൻഡ് ബെനഫിഷ്യറി. ബിൽ ഓഫ് എക്സ്ചേഞ്ച് അതിൻ്റെ കളക്ഷന് ബാങ്കറും കസ്റ്റമറും ബാങ്കറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രിൻസിപ്പൽ ഏജൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പോ റേറ്റ് ഈസ് ഓൾവേസ് ഡാഷ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓപ്ഷൻ എ ലോവർ ദാൻ, ഓപ്ഷൻ ബി ഹയർ ദാൻ, ഓപ്ഷൻ സി ഈക്വൽ ടു, ഓപ്ഷൻ ഡി ഹയർ ഓർ ലോവർ. റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റിൻ്റെ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബി ആണ്, ഹയർ ദാൻ. റിവേഴ്സ് റിപ്പോ റേറ്റ് ഈസ് ഓൾവേസ് റിപ്പോ റേറ്റ് ഈസ് ഓൾവേസ് ഹയർ ദാൻ റിവേഴ്സ് റിപ്പോ റേറ്റ്. അതായത് റിപ്പോ റേറ്റ് ആയിരിക്കും എപ്പോഴും കൂടുതൽ എന്നാണ് പറയുന്നത്. റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാളും കൂടുതൽ റിപ്പോ റേറ്റ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സർഫാസി ആക്ട് 2002 റിലേറ്റഡ്. ഓപ്ഷൻ എ അക്വിസിഷൻ ഓഫ് സ്മോൾ ബാങ്ക്സ്, ഓപ്ഷൻ ബി റെഗുലേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ഓപ്ഷൻ സി റിക്കവറി ഓഫ് NPA ലോൺസ്, ഓപ്ഷൻ ഡി ഇൻഷുറൻസ് കവറേജ് ടു ഡെപ്പോസിറ്റ്സ് ഓഫ് ബാങ്ക്സ്. ഇതിലേതുമായിട്ടാണ് സർഫാസി ആക്ട് 2002 റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, റിക്കവറി ഓഫ് NPA ലോൺസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ അറ്റംപ്റ്റ് അറ്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ the RBI launched the no frills account in. Option A 2000, option B 2002, option C 2005, option D 2008. ആൻസർ ഓപ്ഷൻ സി ആണ്, 2005. ഫിനാൻഷ്യൽ ഇൻക്ലൂഷനുമായിട്ട് ബന്ധപ്പെട്ട് RBI നോ ഫ്രിൽസ് അക്കൗണ്ട് ലോഞ്ച് ചെയ്തത് 2005 ഓക്കെ, നോ ഫ്രിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സീറോ ബാലൻസ് അക്കൗണ്ട് ആദ്യം വന്നപ്പോഴുള്ള
ഇപ്പോഴുള്ള ആ പേരാണ് നോ ഫ്രിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. 2005 ഈ നോ ഫ്രിൽസ് അക്കൗണ്ട് വന്നത്. അതായത് ബാങ്കിൽ എന്താണ് മിനിമം ബാലൻസിൻ്റെ ആവശ്യമില്ല, ഒരു അക്കൗണ്ട് എടുക്കുന്നതിന് മിനിമം ബാലൻസിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള അക്കൗണ്ടാണ് നോ ഫ്രിൽസ് അക്കൗണ്ട്, സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദ പ്രൊമിസറി നോട്ട്? ഓപ്ഷൻ എ, if contains a conditional undertaking. Option B, if contains the amount mentioned on it. Option C, it is signed by the maker. Option D, it is an instrument in writing. ഇതിൽ പ്രോമിസറി നോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, if കണ്ടെയ്ൻസ് എ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് എന്നുള്ളതാണ്. അതായത് ഈ കണ്ടീഷണൽ അണ്ടർടേക്കിംഗ് എന്നുള്ളതാണ് ഇതിൽ പ്രോമിസറി നോട്ടുമായിട്ട് ബന്ധപ്പെടാത്തത്. പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആണ്. ഓക്കെ, അൺകണ്ടീഷണൽ. ആൻഡ് പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം പ്രോമിസറി നോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ എത്രയാണ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും, മേക്കർ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, പിന്നെ ഇൻ റൈറ്റിങ്ങിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, പ്രോമിസറി നോട്ട് അൺകണ്ടീഷണൽ ആണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, when the day on which a promissory note or bill of exchange is at maturity is a public holiday, the instrument shall be deemed to be due. Option A, on the same day. Option B, on the next presiding business day. Option C, on the next business day. Option D, on the next succeeding business day. അതായത് ഒരു പ്രൊമിസറി നോട്ട് അല്ലെങ്കിൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് അത് മെച്യൂർഡ് ആവുന്നത് ഒരു പബ്ലിക് ഹോളിഡേ ആണ് എങ്കിൽ അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നായിട്ടാണ് കണക്കാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓൺ ദ നെക്സ്റ്റ് പ്രിസൈഡിങ് ബിസിനസ് ഡേ. അതിന് തൊട്ട് മുമ്പുള്ള ബിസിനസ് ഡേയിലാണ് അത് മെച്യൂർ ആവുന്നതായിട്ട് കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ ഈ പബ്ലിക് ഹോളിഡേ എന്നുള്ളത് മാറിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു പെട്ടെന്ന് വരുന്ന ഒരു അവധിയാണെങ്കിൽ, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു അവധി ദിവസമാണ് ആ ബില്ല് മെച്യൂർ ആവുന്നത് എങ്കിൽ, അത് പെട്ടെന്ന് വരുന്നതാണല്ലോ, മുൻകൂട്ടി തീരുമാനിച്ചതോ അറിഞ്ഞതോ ഒന്നുമല്ല. അപ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു അവധി ദിവസമാണെങ്കിൽ ആ ബില്ല് മെച്യൂർ ആവുന്നത് ഓൺ ദ നെക്സ്റ്റ് സക്സീഡിങ് ബിസിനസ് ഡേ ആയിരിക്കും. നെക്സ്റ്റ് വരാൻ പോകുന്ന ആ ഒരു ബിസിനസ് ഡേയിലായിരിക്കും അത് മെച്യൂർ ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഓപ്ഷൻ എ, cannot sue on the instrument in his own name. Option B, can sue on the instrument in his own name. Option C, can sue only if permitted by the competent court of law. Option D, can sue on the instrument if permitted by the payee. Answer option B ആണ്, can sue on the instrument in his own name. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ BR ആക്ട്? BR ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണെന്നാണ്. ഓപ്ഷൻ എ, ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഡെപ്പോസിറ്റേഴ്സ്. ഓപ്ഷൻ ബി, ടു ഡെവലപ്പ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ സൗണ്ട് ലൈൻസ്. ഓപ്ഷൻ സി, ടു അറ്റ്യൂൺ ദ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം ടു ദ ലാർജർ ഇൻട്രസ്റ്റ് ആൻഡ് priorities of the nation. Option D, to safeguard the interest of the borrowers. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതിൽ BR ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ബോറോവർ എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു റെഗുലേറ്ററി ബോഡീസ് ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ, FMC. ഓപ്ഷൻ ബി, IRDA. ഓപ്ഷൻ സി, PFRDA. ഓപ്ഷൻ ഡി, SEBI. ഇതിൽ ഇന്ത്യയിലെ റെഗുലേറ്ററി ബോഡി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, FMC എന്നുള്ളതാണ്. FMC എന്ന് പറയുന്നത്
ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷനാണ് FMC. ഇത് 2015 സെബി ആയിട്ട് മെർജ് ചെയ്ത് പോയതാണ്. അതിപ്പോൾ ഇന്ത്യയിലെ റെഗുലേറ്ററി ബോഡീനെ ബിലോങ് ചെയ്യുന്നത് അല്ല. പിന്നെ ഈ IRDA എന്ന് പറയുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ്. ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് IRDA ആണ്. പിന്നെ PFRDA എന്ന് പറയുന്നത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ്. അത് ഈ പെൻഷൻ സ്കീം, അതിൻ്റെ ഫണ്ടുകൾ, അതിൻ്റെയൊക്കെ റെഗുലേഷൻ PFRDA ആണ്. പിന്നെ ഉള്ളതാണ് സെബി. സെബി എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അവരാണ് സെക്യൂരിറ്റി മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, പിന്നെ മ്യൂച്വൽ ഫണ്ട്സ്, അതിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പെടാത്തത് FMC ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കസ്റ്റമൈസേഷൻ മീൻസ്. ഓപ്ഷൻ എ സെല്ലിംഗ് ഗുഡ്സ് ബൈ കസ്റ്റമേഴ്സ്. ഓപ്ഷൻ ബി സെല്ലിംഗ് ഗുഡ്സ് ടു കസ്റ്റമേഴ്സ്. ഓപ്ഷൻ സി ടൈലർ മെയ്ഡ് പ്രൊഡക്റ്റ് ഫോർ ഈച്ച് കസ്റ്റമർ. ഓപ്ഷൻ ഡി ഡെലിവറി അറ്റ് ദ ഡോർ സ്റ്റെപ്പ് ഓഫ് ദ കസ്റ്റമർ. ആൻസർ ഓപ്ഷൻ സി ആണ്. കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് ടൈലർ മെയ്ഡ് പ്രൊഡക്റ്റ് ഫോർ ഈച്ച് കസ്റ്റമർ എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്രോസ് സെല്ലിംഗ് മീൻസ്. ഓപ്ഷൻ എ ക്രോസ് കൺട്രി മാർക്കറ്റിംഗ്. ഓപ്ഷൻ ബി സെല്ലിംഗ് വിത്ത് എ ക്രോസ് ഫേസ്. ഓപ്ഷൻ സി സെല്ലിംഗ് അതർ പ്രൊഡക്റ്റ് ടു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. ഓപ്ഷൻ ഡി സെല്ലിംഗ് ടു ഫ്രണ്ട്സ്. ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ. സെല്ലിംഗ് അതർ പ്രൊഡക്റ്റ് ടു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് മറ്റ് പ്രൊഡക്റ്റുകൾ, അഡീഷണൽ പ്രൊഡക്റ്റുകൾ നമ്മൾ സെല്ല് ചെയ്യുന്നതിനെയാണ് ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ കോപ്പറേറ്റീവ് ബാങ്ക് ഷാൾ ഡാഷ് എനി ഓഡിറ്റർ ഒബ്റ്റെയിൻ ദ പ്രീവിയസ് അപ്രൂവൽ ഓഫ് RBI. ഓപ്ഷൻ എ ബിഫോർ അപ്പോയിൻറ്റിംഗ്. ഓപ്ഷൻ ബി ബിഫോർ റീഅപ്പോയിൻറ്റിംഗ്. ഓപ്ഷൻ സി ബിഫോർ റിമൂവിങ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ്. ഇതിൽ കോപ്പറേറ്റീവ് ബാങ്ക് ഒരു ഓഡിറ്ററിനെ എങ്ങനെ ചെയ്യുമ്പോഴാണ് RBIയുടെ അപ്രൂവൽ വേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ എല്ലാ കാര്യത്തിനും RBIയുടെ അപ്രൂവൽ വേണം. ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് ആണ്. ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ഒരു ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പും റീഅപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പും റിമൂവ് ചെയ്യുന്നതിന് മുമ്പും RBIയുടെ പ്രീവിയസ് അപ്രൂവൽ വേണം. അടുത്ത ക്വസ്റ്റ്യൻ, വൺസ് എ ചെയർമാൻ ഓഫ് എ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് റിമൂവ്ഡ് ഫ്രം ഓഫീസ് under the provision of the BR Act, he or shall not be eligible to appointed as director of any cooperative bank either by election or by corporation or otherwise for a period of dash from the date of his or her ceasing to be the chairman. Option A 1 year. Option B 3 years. Option C 4 years. ഓപ്ഷൻ ഡി 10 years. ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ചെയർമാൻ അദ്ദേഹത്തെ BR ആക്ടിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ട് റിമൂവ് ചെയ്തു. അങ്ങനെയാണ് എങ്കിൽ ഇദ്ദേഹത്തിന് വീണ്ടും എലക്ഷൻ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയോ ഒരു കോപ്പറേറ്റീവ് ബാങ്കിലെ ഡയറക്ടറായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നതിന് അദ്ദേഹം എലിജിബിൾ ആവുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്ര വർഷം അയാളെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, BR ആക്ടിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് അദ്ദേഹത്തെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും ഈ ഒരു പൊസിഷനിലേക്ക് വരാം? ആൻസർ ഓപ്ഷൻ സി ആണ് 4 years. 4 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ എന്നാണോ ഇതിൽ നിന്ന് സീസ് ചെയ്തിരിക്കുന്നത് അന്ന് മുതൽ 4 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹത്തെ വീണ്ടും അപ്പോയിൻ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിൻറ്റഡ് ബൈ RBI ഇൻ ദ പ്ലേസ് ഓഫ് എ സൂപ്പർസീഡഡ് ബോർഡ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് ക്യാൻ ബി ഇൻ ദ ഓഫീസ് ഫോർ എ പീരിയഡ് ഓഫ് ഓപ്ഷൻ എ 10 years, ഓപ്ഷൻ ബി 5 years, ഓപ്ഷൻ സി 1 year, ഓപ്ഷൻ ഡി 6 months.
RBI ഒരു അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. കോപ്പറേറ്റീവ് ബാങ്കിൽ ബോർഡിനെ സൂപ്പർസീഡ് ചെയ്തിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററെ RBI അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ അഡ്മിനിസ്ട്രേറ്ററുടെ പീരിയഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 5 years ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. BR Act was made applicable to cooperative bank with effective from. ഓപ്ഷൻ എ മാർച്ച് 1966, ഓപ്ഷൻ ബി മാർച്ച് 1961, ഓപ്ഷൻ സി മാർച്ച് 1955, ഓപ്ഷൻ ഡി മാർച്ച് 1949. ആൻസർ ഓപ്ഷൻ എ ആണ്, മാർച്ച് 1966. അന്ന് മുതലാണ് BR Act കോപ്പറേറ്റീവ് ബാങ്ക്സിൽ ആപ്ലിക്കബിൾ ആയിട്ട് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വൈൽ ഗ്രാൻഡിങ് ലോൺസ് അഗെയിൻസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ദ ചാർജ് ഷുഡ് ബി. ഓപ്ഷൻ എ പ്ലഡ്ജ്, ഓപ്ഷൻ ബി ലീൻ, ഓപ്ഷൻ സി സെറ്റ് ഓഫ്, ഓപ്ഷൻ ഡി അസൈൻമെൻറ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അസൈൻമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ആൻ അർബൻ ബാങ്ക് ക്യാൻ സാങ്ഷൻ ലോൺ ടു എ സിംഗിൾ ബോറോവർ subjected to a maximum of % of its Tier 1 capital. Option A 5, option B 10, option C 15, option D 25. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഒരു സിംഗിൾ ബോറോവറിന് ടയർ 1 ക്യാപിറ്റലിൻ്റെ എത്ര ശതമാനം വരെ ലോണായിട്ട് സാങ്ഷൻ ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 15% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. മോർട്ട്ഗേജ് as made of charging securities defined in. ഓപ്ഷൻ എ NI Act, ഓപ്ഷൻ ബി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, ഓപ്ഷൻ സി BR Act, ഓപ്ഷൻ ഡി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. മോർട്ട്ഗേജ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏത് ആക്ടിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടീസ് ആക്ട്. അതിലാണ് മോർട്ട്ഗേജിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, സെക്ഷൻ 58. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടീസ് ആക്ട് സെക്ഷൻ 58 ആണ് മോർട്ട്ഗേജ്. അടുത്ത ക്വസ്റ്റ്യൻ. വെൻ എ ചെക്ക് ഈസ് റോങ്ലി ഡിസോണേർഡ് ബൈ ദ ബാങ്ക് ഇറ്റ് ഈസ് ലയബിൾ ടു. ഓപ്ഷൻ എ പേയി, ഓപ്ഷൻ ബി ഹോൾഡർ, ഓപ്ഷൻ സി ഡ്രോയർ, ഓപ്ഷൻ ഡി ഡ്രോയി. ഒരു ചെക്ക് ബാങ്ക് റോങ് ആയിട്ട് ഡിസോണർ ചെയ്തു, ആരാണ് അതിന് ലയബിൾ ആയിട്ട് ഉള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡ്രോയർ. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഓഫ് എ ചെക്ക് ഈസ് മെൻഷൻഡ് ഇൻ. ഓപ്ഷൻ എ NI Act, ഓപ്ഷൻ ബി BR Act, ഓപ്ഷൻ സി RBI Act, ഓപ്ഷൻ ഡി നോവെയർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നോവെയർ. സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഓഫ് ചെക്ക് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ. as per the provision of the Prevention of Money Laundering Act, banks are required to maintain a record of transaction for a period of dash from the cessation of the transaction. Option A 2 years, option B 3 years, option C 5 years, option D 10 years. മണി ലോണ്ടറിങ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം ഒരു ബാങ്ക് ഒരു ട്രാൻസാക്ഷൻ അതിൻ്റെ റെക്കോർഡ് എത്ര നാൾ സൂക്ഷിച്ചു വെക്കണം എന്നാണ് പറയുന്നത്. ആ ട്രാൻസാക്ഷൻ തീർന്നു കഴിഞ്ഞ് എത്ര നാളത്തേക്ക് അത് സൂക്ഷിച്ചു വെക്കണം? ആൻസർ ഓപ്ഷൻ സി ആണ്, 5 years. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ഇനീഷ്യേറ്റിംഗ് റിക്കവറി പ്രൊസീഡിങ്സ് അണ്ടർ സർഫാസി ആക്ട് the minimum amount outstanding in the account should be. Option A rupees 1 lakh, option B rupees 2 lakh, option C rupees 3 lakh, option D rupees 5 lakh. സർഫാസി ആക്ടിൻ്റെ റിക്കവറി പ്രൊസീഡിങ്സിൽ മിനിമം എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എത്ര വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 lakh. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻ അറ്റംപ്റ്റ് അറ്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ദ RBI launched the no frills account in. Option A 2004, option B 2005, option C 2014,
ഓപ്ഷൻ ഡി 2015. ആൻസർ ഓപ്ഷൻ ബി ആണ് 2005. ഫിനാൻഷ്യൽ ഇൻക്ലൂഷനുമായിട്ട് ബന്ധപ്പെട്ട് RBI നോഫ്രിൽസ് അക്കൗണ്ട് ലോഞ്ച് ചെയ്തത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2005 നമ്മൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്നതാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോ റിസ്ക് കസ്റ്റമേഴ്സ് ഷുഡ് ബി ആസ്ക്ഡ് ടു അപ്ഡേറ്റ് KYC ഡീറ്റെയിൽസ് വൺസ് ഇൻ ഡാഷ് ഇയേഴ്സ്. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 10. ലോ റിസ്ക് കസ്റ്റമേഴ്സിന് എത്ര വർഷം കൂടുമ്പോഴാണ് KYC അപ്ഡേറ്റ് കൊടുക്കേണ്ടത്? KYC ഡീറ്റെയിൽസ് ബാങ്കിൽ നിന്ന് ചോദിക്കുക. അപ്പോൾ എത്ര വർഷം കൂടുമ്പോഴാണ് ലോ റിസ്ക് കസ്റ്റമേഴ്സിന് അത് കൊടുക്കേണ്ടി വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് 10 years. 10 വർഷം കൂടുമ്പോഴാണ് അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് CSEB അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ എക്സാമിന് 2000/2022, 2020/2022 ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലുമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ആ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ 40 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്